1 ദിനവൃത്താന്തം അധ്യായം 9. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദ്ധായ് അമ്മിഹൂദിൻ്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ. ഷേലായുടെ ആദ്യജാതൻ അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യൗവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലു, യെറോഹാമിൻ്റെ മകൻ ഇബ്നെയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റൗവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഖീൻ, ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മെഷുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ. മൽക്കിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ യെറോഹമിൻ്റെ മകൻ അദായ, ഇമ്മറിൻ്റെ മകൻ മെഷുല്ലേമിത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യഹുസറായുടെ മകനായ അഫിയേലിൻ്റെ മകൻ മാസായ്. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിഖാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷമായ, ബക്ബാക്കർ, ഹേറഷ്, ഗലാൽ, ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദുഥൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായയുടെ മകൻ ഒബാദിയ, നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബറേഖിയ, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹിരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാര വാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവേലും ആണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു.
കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യ കൂട്ടൊരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്യായ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യ അപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകളുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറൂസലമിൽ പാർത്തു വന്നു. ഗിബയോന്റെ പിതാവായ ജയ്യേൽ ഗിബയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ, ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, ഖിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഖറിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമയാം. ഇവർ ജെറൂസലമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തു വന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ യോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. യോനാഥാൻ്റെ പുത്രൻ മെരിബാൽ, മെരിബാലിൻ്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്റയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, ഇലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. Chapter 9. Thus all Israel was inscribed in its family records, which are recorded in the book of the kings of Israel. Now Judah had been carried in captivity to Babylon because of its rebellion. The first to settle again in their cities and dwell there were certain lay Israelites, the priests, the Levites, and the temple slaves. In Jerusalem lived Judahites and Benjaminites, also Ephraimites and Manassahites. Among the Judahites was Uthai, son of Ammihud, son of Omri, son of Imri, son of Bani, one of the descendants of Perez, son of Judah. Among the Shilonites were Asaiah, the firstborn, and his sons. Among the Zerahites were Jeuel and 690 of their brethren. Among the Benjaminites were Salu, son of Meshulam, son of Hodaviah, son of Hasanuah, Ibnei, son of Jehoram, Elah, son of Uzai, son of Mikrai, Meshulam, son of Shephatiah, son of Reuel, son of Ibnijah. Their kindred of various families were 956. All those named were heads of their ancestral houses. Among the priests were Jedaiah, Jehoiarib, Jachin, Azariah, son of Hilkiah, son of Meshulam, son of Zadok, son of Meraioth, son of Ahitub, the ruler of the house of God, Adaiah, son of Jeroham, son of Pashur, son of Malchijah, Maasai, son of Adiel, son of Jazirah, son of Meshulam, son of Meshilemith, son of Immer. Their brethren, heads of their ancestral houses, were 1,760, valiant for the work of the service of the house of God. Among the Levites were Shemaiah, son of Hashub, son of Azrikam, son of Hashabiah, one of the descendants of Merari,
Bakbakar, Heresh, Galal, Mattaniah, son of Micah, son of Zichri, a descendant of Asaph, Obadiah, son of Shemaiah, son of Galal, a descendant of Jeduthun, and Berechiah, son of Asa, son of Elkanah, whose family lived in the villages of the Netophathites. The gatekeepers were Shallum, Akub, Talmon, Ahiman, and their brethren. Shallum was the chief. Previously they had stood guard at the king's gate on the east side. Now they became gatekeepers for the encampments of the Levites. Shallum, son of Kore, son of Abiasaph, a descendant of Korah, and his brethren of the same ancestral house of the Korathites, had as their assigned task the guarding of the threshold of the tent, just as their fathers had guarded the entrance to the encampment of the Lord. Phinehas, son of Eleazar, had been their chief in times past. The Lord be with him. Zechariah, son of Meshelemiah, guarded the gate of the meeting tent. In all, those who were chosen for gatekeepers at the threshold were 212. They were inscribed in the family records of their villages. David and Samuel the seer had established them in their position of trust. Thus they and their sons kept guard over the gates of the house of the Lord, the house which was then a tent. The gatekeepers were stationed at the four sides, to the east, the west, the north, and the south. Their kinsmen who lived in their own villages took turns in assisting them for 7-day periods, while the 4 chief gatekeepers were on constant duty. These were the Levites who also had charge of the chambers and treasures of the house of God. At night they lodged about the house of God, for it was in their charge, and they had the duty of opening it each morning. Some of them had charge of the liturgical equipment, tallying it as it was brought in and taken out. Others were appointed to take care of the utensils and all the sacred vessels, as well as the fine flour, the wine, the oil, the frankincense, and the spices. It was the sons of priests, however, who mixed the spiced ointments. Mattithiah, one of the Levites, the firstborn of Shallum the Korahite, was entrusted with preparing the cakes. Benaiah the Kohathite, one of their brethren, was in charge of setting out the showbread each Sabbath. These were the chanters and the gatekeepers, family heads over the Levites. They stayed in the chambers when free of duty, for day and night they had to be ready for service. These were the Levitical family heads over their kindred, chiefs who dwelt in Jerusalem. In Gibeon dwelt Jael, the founder of Gibeon, whose wife's name was Maacah. His firstborn son was Abdon. Then came Zur, Kish, Baal, Ner, Nadab, Gedor, Ahio, Zechariah, and Mikloth. Mikloth became the father of Shimeam. These two with their brethren dwelt opposite their brethren in Jerusalem. Ner became the father of Kish, and Kish became the father of Saul. Saul became the father of Jonathan, Malchishua, Abinadab, and Eshbaal. The son of Jonathan was Merib-Baal, and Merib-Baal became the father of Micah. The sons of Micah were Pithon, Melech, Tariah, and Ahaz. Ahaz became the father of Jehoiada, and Jehoiada became the father of Alameth, Azmaveth, and Zimri. Zimri became the father of Moza. Moza became the father of Benaiah, whose son was Rephaiah, whose son was Eleasah, whose son was Azel. Azel had 6 sons, whose names were Azrikam, his firstborn, Ishmael, Shiriah, Azariah, Obadiah, and Hanan. These were the sons of Azel.